അന്താരാഷ്ട്ര എണ്ണക്കടത്ത് നടത്തിയതിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത 3 കപ്പലുകൾക്കും ഇറാൻ ബന്ധം. ഇറാൻ എണ്ണ കടത്തുന്നതിന് അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തിയ 3 കപ്പലുകൾ ആണിവ. ഫെബ്രുവരി 6 നടന്ന ഓപ്പറേഷൻ കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടിരുന്നുവെങ്കിലും കപ്പലുകളുടെ ഇറാൻ ബന്ധം ഇപ്പോഴാണ് പുറത്തുവരുന്നത്. ബാലു തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളും നൽകും. ബാലു, ഇപ്പോൾ ഈ കപ്പലുമായി ഇറാനുള്ള കണക്ഷൻ എന്താണ്? ആര്യ, ഫെബ്രുവരി 5-6 തീയതികളായിരുന്നു ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അതിസാഹസികമായി ഈ ഓപ്പറേഷൻ നടന്നിരുന്നത്. അന്ന് മുംബൈ തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് 3 കപ്പലുകൾ, ഈ എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട 3 കപ്പലുകൾ പിടികൂടിയെന്നായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ കപ്പലുകളുടെ വിശദാംശങ്ങൾ കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഈ 3 കപ്പലുകളും ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളാണ് എന്നാണ്. അതായത് ലോകത്ത് തന്നെ ഈ അമേരിക്കൻ ഉപരോധത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഈ എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ഇറാനിൽ നിന്നുള്ള എണ്ണ കടത്തിന് ഉപയോഗിച്ചിരുന്ന കപ്പലുകളാണ് ഇന്ത്യൻ തീരദേശ സേന പിടികൂടിയതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഈ 6-ാം തീയതിക്ക് വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള രൂപരേഖ, അതായത് സംയുക്ത പ്രസ്താവനയും രൂപരേഖയും ഒക്കെ ഉണ്ടാകുന്നത് 5-ാം തീയതി അർദ്ധരാത്രിയും, അതായത് ഇന്ത്യയിലെ 6-ാം തീയതി പുലർച്ചെയുമാണ്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഈ ഇറാനിയൻ ബന്ധമുള്ള 3 കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ ഡിസംബറിൽ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഒരു കപ്പൽ, അതായത് ഇന്ത്യക്കാരുണ്ടായിരുന്ന ഒരു കപ്പൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തിരുന്നു. അതിൽ 18 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 16 പേർ ഇന്ത്യക്കാരായിരുന്നു. 8 പേർ അതിൽ ഇന്ത്യക്കാരിൽ 8 പേരെ വിട്ടയച്ചിരുന്നു. ബാക്കി 8 പേരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇറാൻ ബന്ധമുള്ള ഈ കപ്പലുകൾ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ അമേരിക്കയുമായുള്ള ബന്ധം ഇന്ത്യ ഊഷ്മളമായതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇറാനിയനുമായി ബന്ധമുള്ള ഈ കപ്പലുകൾ പിടിച്ചെടുത്തതെന്ന കാര്യവും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ആര്യ, ശരി, ഡൽഹിയിൽ നിന്ന് ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.